നമ്മളെ ശങ്കർ ശ്വാസം കൊടുത്താൽ ഏറ്റിട്ടുണ്ട് കേട്ടാ. പൊക്കോതി കണ്ട. ഹായ് ഫ്രണ്ട്സ്, അപ്പാപ്പയാണ്. അപ്പോൾ നമ്മളെ കഞ്ഞിപ്പാടം ഇപ്പുറമുള്ളൊരു പാടത്ത് നോക്കാൻ വന്നേ കേട്ടോ. അപ്പം നമ്മൾ പുറം തോട്ടി നോക്കിയായിരുന്നു. പുറം തോട്ടിന് പാടത്തിന് പുറത്തുള്ള ഇതേക്കണത്തെ തോട്ടി നമ്മൾ നോക്കിയായിരുന്നു. നോക്കിയിട്ട് നമുക്ക് വലിയ വിശേഷമൊന്നുമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ പാടത്ത്, അപ്പം നമ്മുടെ സഹോദരൻ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അണ്ണാ, ഞാൻ പറയുമായിരുന്നു അണ്ണൻ ഇവിടെ നിൽപ്പുണ്ടെന്ന് പറയുമായിരുന്നു. ആ ഇത് ഈ പോള ഭയങ്കര പോരാൻ വേണ്ടിട്ട് ഞാൻ എന്തോ ഇതെന്നറിയാം, അതൊന്ന് പൊട്ടിച്ചു വിട്ടു കൊടുക്കും. ഞാനും വന്നിട്ട് അണ്ണോട് ചോദിച്ചേ, അണ്ണാ ചൊറിച്ചിലുണ്ടോ? ചൊറിച്ചിലോ? ഞാനിപ്പോ ചൊറിയാൻ നിൽക്കുക. ഏറ്റവും ചൊറിച്ചില്ല. അണ്ണ ഏത് രീതിയിൽ എടുത്തത്? ഈ പായല് ചൊറിയുന്നു. ഈ പായല് ചൊറിയുന്നു. ഇതൊരു പുഴുവാണെന്ന്. ഇത് ഈ പായല് ചൊറി. അതുകൂടാതെ പോള ഞാൻ അതിന് അടിച്ചു പോരട്ടെന്ന് പറഞ്ഞ് ഇറങ്ങി തെളിച്ചത്. മരുന്നടിച്ചിട്ടിരിക്കുക. അതിൻ്റെ കൂടെ ഉള്ള ഒരു ചൊറിച്ചിൽ കാണും. ഏറ്റവും ചൊറിച്ചില്ല. മരുന്നടിച്ചതിൻ്റെ കൂടെ ചൊറിച്ചില്ല. നമ്മൾ ഇവിടെ ഒരു വല കൊടുത്ത്, ഇവിടെ വല കൊടുത്ത് ഭയങ്കര ഒഴുക്ക. ആ ശങ്കര, വരാലി പോയടാ. നമ്മളെ വലയുടെ മേളിൽ വലയുടെ മേളിൽ അപ്പുറത്തുനിന്ന് വെള്ളം പിടിച്ചിട്ട് വെള്ളം പോകാൻ നിൽക്കുക നമ്മുടെ വല. കുഞ്ഞൻ മരമാണ് കേട്ടോ. എന്തോ ആ എന്താണ് കിട്ടിയില്ല. ചവറ് നിൽക്കുന്ന ചെമ്പല്ലി കയറാത്ത. അവനെ പറ്റിച്ചും പിടിക്കണം. കുഞ്ഞൻ വരാൻ ചെറുപ്പോ ഒന്ന് വെള്ളം ഒന്ന് കുറച്ച് നിർത്താന്നോ. അതിനെടുത്തിട്ടാ ചാടിപ്പോണ്ടല്ലോ. ആ കാര്യം അങ്ങനെ വെച്ച് തന്നെ എടുത്തട. വെള്ളത്തിലേക്ക് ഇറക്കാതെ അവൻ ഒരു വല വെച്ചിട്ട് നമുക്കുള്ളതാണ്. വരാനെന്ന് പറയാനായിട്ട് 2 വരാനാണ് വലുത്. പിന്നെ 3 ചെറുതും കുറച്ച് അമ്പല്ലി, ഒരു കാര്യം, ഒരു സിനിമ. അതാണ് കേട്ടോ ഒരു വല വെച്ചിട്ട്. അപ്പോൾ ഇനി ചെയ്യുമ്പം നല്ലതുപോലെ ഒന്ന് പറ്റാനായിട്ടിരിക്കുക. നമ്മൾ വെള്ളം പറ്റാനായിട്ടൊന്ന് നോക്കിയിരിക്കുക കേട്ടോ. വെള്ളം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വല വെച്ച സ്ഥലത്ത് തന്നെ നമ്മൾ ഒന്നും കൂടെ വല വെച്ച് കൊടുക്കും കേട്ടോ. വെള്ളം ഇപ്പം നല്ലപോലെ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വല കുത്തിയപ്പോഴേ ഈ കച്ചിയും ചവറും എല്ലാം കൂടെ വന്നു വെച്ചാൽ നമ്മുടെ വലയിൽ വെള്ളം, നമ്മുടെ വലിയ കണ്ണി
വലയാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതിൻ്റെ അകത്ത് വന്ന് ഈ ചവറെല്ലാം കൂടെ വന്ന് തങ്ങി നിന്നിട്ട് വെള്ളം മതിൽ പോലെ പിടിച്ച് നിൽക്കുക. അപ്പോൾ നമ്മൾ അവിടെ വല വെച്ചപ്പം അവിടുന്ന് അങ്ങോട്ടേ വെള്ളമുള്ളായിരുന്നു, ഇങ്ങോട്ട് വെള്ളം മൊത്തം പറ്റിപ്പോയായിരുന്നു. കാരണം മോട്ടറിന് വലിക്കാനുള്ള വെള്ളം ഇല്ലായിരുന്നു. അതാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ശങ്കരേ, മോട്ടർ നിന്നടാ. ഹായ്. ആ കാര്യമാണ് ഓടിക്കാന്ന്. ആ പൊടിക്കാരിയാന്നേ ഉള്ളു. നീ ഇല്ല, നമ്മുടെ ആ വല ഇങ്ങനത്തെ കാര്യം ഉണ്ടെങ്കിൽ ആ വല വെക്കാം, അതാ നല്ലത്. ആ കേട്ടോ, ഇല്ല അവിടെ ഒന്ന് ഇറങ്ങുന്നേ, ഇല്ലെങ്കിൽ എടാ ഈ വലയുടെ അടി പോള പോവും. കുരുങ്ങിയിരിക്കണം അവിടെ, നോക്കിക്കടാ. വലയുടെ അടിയിലാന്ന് തോന്നുന്നത് കേട്ടാ ശങ്കര, വലയുടെ അടിയിലാന്ന് തോന്നുന്നത്. മൊത്തത്തിൽ കൂട്ടിപ്പിടി, പിടിച്ചാ? ആ പിടി. എന്നിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ എടുക്ക്. ഇവിടുന്ന് വന്നായിരിക്കും. പൊക്കിയിട്ടെടുക്കടാ നോക്കി. ആ ഈ വലയെല്ലാം ഇങ്ങോട്ട് മാറ്റിക്കടാ. അടിയിലത്തെ തടവലയിലാണ് താത്തി വെച്ചിട്ട് എടുത്താ പേരക്കോട്ട് കൊടുത്ത് ഈ മുളയുടെ അങ്ങോട്ട് കൊടു. ഈ മുളയുടെ അങ്ങോട്ട് കൊടുത്തോ. അടി അടി വലിച്ചേരാ. അടി വലിച്ച കാര്യം ഒന്നൊക്കെ ഇറങ്ങിയല്ലേ. ഇതാണ് നീ ഇവിടുന്ന് തിരികെ, നീ ഇടയ്ക്ക് തിരിച്ചാ തിരിയുവോ? നമ്മളെ ഇവിടെ ഒരു വല കൊടുത്തു കേട്ടോ. കുറച്ചിൽ നായായിട്ടുണ്ടല്ലേ അതാ ശങ്കര. നല്ല നീ ഇപ്പറ തപ്പിക്കൂ, ഞാൻ പറയാം. നീ ഇപ്പറ തപ്പിക്കൂ. മീനുകളെ മുറിച്ചോണ്ട് വീടാ. അടി വലിച്ച അടി വലി വലി ആ വലി. നമ്മളെ കാരിക്ക് വേണ്ടി എങ്ങനെ കറക്കി വെച്ചേട്ടാ. കാര്യം എന്തുമാത്രം ഉണ്ടെന്നൊന്നും അറിയാനൊന്നുമില്ല, കാര്യം കാണുന്നില്ല. എന്നാലും നമ്മൾ കറക്കി പോളേക്ക് വെച്ചാൽ 1-2 വരാല് വല മറിക്കുന്നുണ്ട്. ശങ്കർ നമുക്ക് ഈ വലയില്ലേ സൈഡ് ഇപ്പം തപ്പരുത്, സൈഡ് തപ്പരുത്. ഈ വലേ ഇങ്ങനെ അങ്ങോട്ട് തപ്പി വല ഇങ്ങോട്ട് കയറ്റി കുത്തണം, മനസ്സിലാ? കയറ്റി കുത്തിക്കണം. തപ്പി ഇവിടെ തപ്പിയിട്ടൊന്നും കണ്ടില്ല. അല്ലെങ്കിൽ അവർക്ക് നമ്മളെ വല ഇപ്പം പൊക്കി കെട്ടത് ഇത് കണ്ട ഭയങ്കര ചൊറിച്ചിലുള്ള ഞാനായത്. ശങ്കരൻ്റെ മുഖമൊക്കെ നോക്കി. ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ചൊറിഞ്ഞ 16 പണി കിട്ടും. അപ്പുറവാ പുറത്തു പോവാ, വലയുടെ പുറത്തു പോവാ.
ഭയങ്കര ചൊറിച്ചിൽ. നോക്കട ശങ്കര ചെമ്പല്ലി അവിടെ നിന്നാണ് കിടച്ച്. കരിനാട് തെളിക്കല്ലേ ചവറ് പോയിട്ട് വീടാ. ചവറുമായിട്ടിടാനോ? ചവറ് പോയിട്ട് കാലിൻ്റെ അവിടെ ഒരു കാര്യം തോന്നി ഇറക്കുണ്ട് കേട്ടാ. നീ കൈ മാറ്റിക്ക. എവിടെ നിന്നോ നീ പറഞ്ഞു? എൻ്റെ കാലിൻ്റെ അവിടെ ഒരെണ്ണമുണ്ട്, നീന്താത്ത ഒരെണ്ണമുണ്ട്. കണ്ടാ നീ? പിന്നെ ചെമ്പല്ലിയായിരുന്നു. ചെമ്പല്ലിയല്ല, ഞാൻ കാരിനെ കണ്ടത്. അല്ല നീ ആ പൊങ്ങ് കണ്ടായിരിക്കും. ആവലെ മാറ്റിയിട്ട് ഇവരെ ഇങ്ങോട്ടിട്ടു ഇങ്ങോട്ട് കയറ്റിട്ടു. ഇത് ചാക്കും പണ്ടൊക്കെ നീ വേണേ ഈ പൊക്കത്തോട്ട് വരാൻ കയറി. ഇത് വല ഒരുപാട് അഴിക്കാനുണ്ട്. പൊക്കത്തോട്ട് കയറിക്കേ. വരാനൊക്കെ ഉണ്ടോ? വരാൻ മുട്ടുന്നുണ്ട്, പക്ഷേ കഴിക്കാൻ തരുന്നുണ്ട്. വന്നു വരാൻ കാര്യം ഒന്നും ഒറ്റ കാണുന്നുണ്ട്. പായ ഒരു തച്ച പണിയാണ് കാര്യം. നമുക്ക് വാരി കളയാൻ പറ്റാത്ത രീതിയിലാണ്. വരാല്ല കാണുന്ന വരാലിനെ ഇന്ന് എങ്ങനെ ഒന്ന് ക്ലിപ്പ് ചെയ്തെടുത്ത് ഉണ്ടോ വരാൽ? വരാൽ ഇവിടെ അല്ല വലിയും എന്തോ അല്ല, എൻ്റെ കൈ വന്ന് മുട്ടും ആട്ടി ഞാൻ പിടിക്കാൻ നേരത്ത് ഓടിക്കളാം. ചെമ്പല്ല വരാല് കഴിഞ്ഞാളാ? ഇല്ല, അങ്ങോട്ട് വന്നിട്ടുണ്ട്. വലുതാ? നോക്കി ഇവിടെ ഉണ്ട്. അതിനെ പിടിച്ചാൽ നമുക്ക് അങ്ങോട്ട് വന്നു.
ആ കഴിച്ചു കഴിച്ചു. പിന്നെ വരാല് ഒന്ന് പൊക്കിക്കേ, വരാലിനെ നോക്കി കയ്യെത്ത. എന്തോ മേളിൽ നിന്ന് ഒരു 2 കിലോ വരാല്, അതേ ഉള്ളായിരുന്നു. ഇല്ല, അത് കാലത്ത് കിടപ്പുണ്ട്. എന്താണ് ആ വരാലിനെ കണ്ട? ആ വരാൽ അവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. വളരെ പേടി. ആ വരാലിനെ പിടിച്ച ഇത് തട്ടിക്കളയാൻ കാര്യം കിടപ്പുണ്ടോ? അത് നീ ഇങ്ങോട്ട് വരാലിനെ ഇങ്ങോട്ട് വിട്ടു. ആ വരാൽ ചാടിപ്പോവാതിരിക്കാൻ വേണ്ടിയാ. അല്ല ഓടിക്കല്ലോ, വല മൊത്തം കൊള്ളാം. ചവറ് കുറവാണേ കുഴപ്പമില്ലായിരുന്നു. ഇത് കുണ്ടം വരെ കയറിയേ. ആ അതൊക്കെ തരാം. ആ ഇനി ഓക്കെ. എന്നെ വരാലാണോ? ആ അങ്ങോട്ട് വന്നു ഒരു വലുത്. ഞാൻ അങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ ആ വലുതിന് ഉടനെ നോക്കുന്നില്ല. വരാലിനെ ഇനി കയ്യം മുട്ടി പിടിക്കല്ല. പിടിച്ചാൽ ഇങ്ങനെ വെള്ളം തട്ടുമ്പം അത് പോകും. പിടിച്ചടാ, പിന്നെ അങ്ങോട്ട് മുറി പോകല്ലേ. ഇല്ല ഇല്ല ഇല്ല, അവരൊക്കെ അത് കഴിഞ്ഞല്ലോ ശങ്കര. ദേ മുറി നോക്കണം. ദേ മുറി കമ്പെടുത്ത് കുത്തുന്നേ കുത്തിക്കോ കേട്ടോ. ഇവിടെ ഇല്ല ഇല്ല ഇല്ല. നമ്മളെ ലാസ്റ്റ് മുറിയാണ്. അപ്പം അത് കെട്ടിട്ടുണ്ടോ ശങ്കര കാലം? വലിക്കല്ലേ വലിക്കല്ലേ. ഇപ്പുറത്തെ കൈ താഴത്തോട്ട് പോവും. ഇതാ ഇപ്പുറത്തെ കൈ പോയതാണ്ടാ. ശരാ എടാ ഈ മുറി പോകണടാ ശങ്കര, ഞാൻ വെച്ച മുറി. ഇന്നുള്ളതാ അത് വലിക്കില്ലെന്ന് പറഞ്ഞു. ഇല്ല ഇല്ല, എന്ത് ആ കൈ ഇങ്ങോട്ട് വിട്ടെ.
ആ നമ്മളെ ചെമ്പല്ലി ചെറുതാ കാര്യം അങ്ങോട്ട് വന്നില്ല. കാര്യം ആ വേലിക്ക് തന്നെ ഇങ്ങോട്ട് മാറിയില്ല. സക്കറാണ്. സക്കർ നേരത്തേക്ക് ഉണ്ട്. ഓപ്പറേഷൻ വരാല കൂടുതലും അല്ലേ? ഇല്ലായിരുന്നു 10 ഗ്രാം മേടി. ഒന്നുകൂടെ റിപ്ലൈ. അതെ അതെ അതെ. ഒയ്യോടാ ഇത് ഈ പൊട്ടായിട്ട് നിൽക്കുന്ന ഈ പായല ചൊറിയുന്നു. ഈ ചൊറിച്ചിൽ എനിക്കൊന്ന് പിന്നെ ഭേദമുണ്ട്. എൻ്റെ അണ്ണ ഇവിടെ പോയി അഞ്ഞൂറ്റം പാടത്തെ ചൊറിച്ചിൽ ആര് കൊഞ്ഞാൻ കാര്യമാണ്. അമ്പല്ലിയുടെ ഓട്ടം ഒരു അമറ അങ്ങോട്ട് വിളിക്കാൻ പറ്റും. വലുത് ഇവിടം വരെ പോയെന്നുള്ള നോക്കണേ. ചക്കര കിടപ്പുണ്ട്. ഇതെടുത്താണ് നമുക്ക് വെളി തോട്ടി കെട്ടിയിട്ടല്ല. ഇവിടെ വെള്ളം പറ്റി അഴുക്ക് വെള്ളമല്ല. നമ്മളെ മോട്ടർ ഓടിക്കൊണ്ടിരിക്കുക കേട്ടാ. ഇനി ഓടി കഴിയാവുന്ന നേരത്തെ ഇനിയിപ്പോൾ നമ്മൾ ഒരു വലയും കൂടെ നോക്കുന്നുണ്ട്. ഒന്ന് ഓടി വെച്ചും വേണം. ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് തല്ലി അങ്ങോട്ട് കയറ്റി ഒരു വലയും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. ആണെന്നെ മോനാണത്. ഇപ്പോഴത്തെ വിജയന്റെ മകനാ. മരുമ കൊച്ചുമോനാ. ഇപ്പോഴത്തെ മകന്റെ മകന്റെ മകളുടെ മകനാ. നമ്മുടെ കുറിയാക്ക വൈദ്യന്റെ നേരെ അപ്പുറത്ത് താമസിക്കുന്ന ആനന്ദം. ഹലോ മതി 100 രൂപയ്ക്കല്ലേ? വേണ്ട ഡ്രൈവറിനുള്ളതല്ലേ, പൈസ വേണ്ട. എടാ രോഗി ഇവിടെ എനിക്ക് 100 രൂപ വേണ്ട. പൈസ ഉണ്ടല്ലേ? 300 രൂപ എടാ 100 രൂപ
100 രൂപയ്ക്കെന്ന് പറയുമ്പോൾ എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. വരാലല്ല, ചെമ്പല്ലി തന്നെ. നമ്മളിത് ചെമ്പല്ലി 250 രൂപ വിലയാ. പിന്നെ ഉള്ള വേറെ കിറ്റ് ഇടണം. കിട്ടിയാതെ മേടിക്കല്ലോ. എന്തായാലും അത് കൈയാ, കൈ ഇല്ല ചാടിപ്പോണു. ആണോ ഒന്ന് പെട്ടെന്ന്. നമ്മൾ ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ നിലവായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. വിലയ്ക്ക് അറിയാൻ മേല, വനം പൂത്തി, ഇങ്ങനെയുള്ള ഒരു പരിപാടിയും ഇല്ല. ഉള്ളു. ഉണ്ട്. വെള്ളമുണ്ടോ ഇപ്പൊ ഈ മീൻ കിടക്കുന്നവിടെ? ഈ മീൻ കിടക്കുന്നവിടെ വെള്ളമുണ്ടോ? കാര്യ ചെമ്പല്ലി വാടാ, കയറി വാടാ ശങ്കര. ഇത് കേറ്റോ കാര് ചെളിയുമായിട്ട് മതിയാടാ. ഈ മേള് ഒരു ചുറ്റുകളെ ചുറ്റി വെക്കാം അവിടെ ശങ്കര. അവിടുന്ന് പോരുന്നുണ്ടെങ്കിൽ വലിക്കണ്ട. എന്നാ എന്താണ് രക്ഷയില്ല. വെള്ളം പെട്ടെന്ന് ഒന്ന് കൊള്ളുന്നുണ്ട്. അവിടെ ഒരു തൂമ്പുണ്ട്, അത് തുറന്നാണ്. ഒന്നുമില്ലെന്നല്ല, എന്നെ വിഷമിപ്പിച്ച് കളഞ്ഞു അല്ലേ? അത്യാവശ്യം മീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെക്കാം. അത് വേണ്ട, ഇറങ്ങിക്കോ, അല്ലേ ഉള്ള മേളോട്ട് കയറിക്കോ. സിലോപ്പി 2-3 സിലോപ്പി ഉണ്ട്. ഉണ്ടോ സിലോപ്പി? 2 മുമ്പേ ഒരെണ്ണം കിട്ടിയ പാലക്കകത്ത് കിടപ്പുണ്ട്. നമ്മളെ ബുദ്ധിപൂർവ്വം ചൊറിയുന്ന സ്ഥലത്ത് ഇറക്കിയിട്ടേ കേട്ടാ, അത്യാവശ്യം മേളിൽ കയറി മൊത്തം അടിച്ച് അടിച്ചതും പിടിച്ചതും എല്ലാം കണ്ടാ പാലക്കകത്ത് കിടപ്പുണ്ട്.
മൊത്തം അടിച്ചെടുത്ത് കേട്ടാ, നമ്മളെ പറ്റിച്ച്. അല്ല അപ്പാപ്പിക്ക് അങ്ങനത്തെ സങ്കടം വേണ്ട. ശങ്കർ പോ, തകർത്തു തകർത്തു പോകുന്നു. കുത്തി ഓടിഞ്ഞൊക്കെ ഇവിടെ നിൽക്കുക. ചെറുപ്പം കാര്യങ്ങള്, ചെറുപ്പക്കാര്. ചെമ്പല്ലിനെ പിന്നെ ഊരാം. ഇതിൽ ആ മുളയുടെ ഇപ്പുറത്തോട്ടായി, ആ മുളയുടെ ഇപ്പുറത്തോട്ട് മൊത്തം വലയാക്കടാ. ആങ്കി എങ്ങനെ തന്നെ പൊക്ക്. ഇല്ല എന്നില്ല, ഈ വല അങ്ങനെ വാരി അങ്ങ് മാറ്റിക്ക്. ഇങ്ങോട്ട് പോട്ടെ, ഇങ്ങോട്ട് പോട്ടെ. തുറക്കാനുള്ള വലയുടെ മേളി വെക്കാടാ ശങ്കരെ. മനസ്സിലായി. ഈ പിടിച്ച ടൈപ്പ് കാര്യം ഉണ്ടായിരുന്നെങ്കിൽ തപ്പി 3 പേർക്ക് എടുക്കായിരുന്നു കാര്യം. ഇത് സെയിമൊരു കാര്യം ആ ഉള്ളതിനകത്ത് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ പിടിക്കണോ വേണ്ടത് 2-3 പ്രാവശ്യം ആലോചിച്ച് ഞാൻ പിടിച്ചത്. പിന്നെ കാലിൻ്റെ വലിപ്പം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് പിടിച്ചേക്കാം. പിന്നെ രണ്ടാമത് പിടിച്ചത് ധർമ്മേന്ദ്ര. എൻ്റെ പേരെന്തുവാ സഹോദര? ധർമ്മേന്ദ്ര ചക്ര. ആ അതെ, ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ ധർമ്മേന്ദ്ര. ശങ്കർ പോകതേ. നോക്കാം. രണ്ടു കിലോ കിട്ടിയല്ലേ? ഓപ്പറേഷൻ അവിടുത്തെ 2 ചെമ്പല്ലി, അവിടെ ചെമ്പല്ലി, ഇവിടെ ചെമ്പല്ലി. ആ കൈക്ക് ഒരു കാരി കിടപ്പുണ്ടെന്ന് തോന്നല്ലോ. ഈ കൈ ഏത് കൈക്ക്? ഇവിടെ ഇവിടെ എവിടെ? രണ്ടാമത്തെ ബലവെപ്പും കഴിഞ്ഞു കേട്ടോ. രണ്ടാം വില വെച്ചിട്ടുള്ള മീനാണ്. സത്യം ഞങ്ങൾ വിട്ടോട്ടെ. എങ്ങനെയുണ്ട് സത്യാന്റെ മീൻ്റെ കുഴപ്പമുണ്ട് കേട്ടോ. എങ്ങനെ പോയാലും 4 കിലോ ആവശ്യമില്ല. എനിക്കൊരു 5 കിലോ മീൻ ഒരാൾക്ക് കൊടുക്കാം. അപ്പൊ ഇന്ന് കിട്ടിയത് അവർക്ക് കൊടുക്കും. അതെങ്ങനെ എന്താ കൊടുക്കണ്ടത്? ശങ്കർ ബ്രോ അതെടുക്ക്. ഞങ്ങളെ അവിടെ ഒരു മൂലക്കൂട്ടാക്കാം അവിടെ. ഏതെങ്കിലും ഒരു മൂലക്കൂട്ട, ആ മൂല എടുക്കുക. വായ. ആ ഓക്കെ.
ഒരു വല അത് വലിയ വരാല. ആ വിട് വിട്. ആ അടി 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 വര കുറേശ്ശെ ഇടി എടി. അല്ല 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 ആ ഓക്കെ 15 രൂപ എല്ലാം അങ്ങനെ. നമ്മളിവിടുത്തെ പരിപാടി കഴിഞ്ഞു കേട്ടാ. നമ്മൾ വിട്ടേക്കുക. വെള്ളം ഒരു ശകലം കൂടി ഈ കലത്തിലേക്കൊന്ന് ഒഴിച്ചേച്ചു. എല്ലാം കൂടെ 10-15 കിലോ മീൻ ഉറപ്പായിട്ടും ഉണ്ട് കേട്ടോ. ചെമ്പല്ലിയും വരാലും കാര്യവും എല്ലാം കൂടെ. കൊച്ചു കലത്തിലും കുറിച്ച് കലത്തി ചെമ്പല്ലിടാം, വലിയ കലത്തി വരാലിനാണ്. ചെമ്പല്ലിയുടെ കൂടെ കിടന്ന് ഇതൊക്കെ ഓപ്പറേഷൻ വരാലോ കേട്ടോ. അതുമാതിരി എടുത്തേനെ ആ കാര്യല്ലേ, നല്ല സൂപ്പർ കാര്യം. അതായത് ചെറുതേ ചത്തുള്ളല്ലേ, വലുതൊരെണ്ണം ചത്തല്ലേ. ഒരാൾ ഒരെണ്ണം മറുകയെന്ന് പറഞ്ഞാൽ ഒരെണ്ണം മരിച്ചെന്നാ കേട്ടാ. ഒരെണ്ണം മരിച്ചെന്നാ. അതല്ലേ ചത്തെന്ന് പറഞ്ഞ. നമ്മളെ ശങ്കർ ശ്വാസം കൊടുത്താൽ ഏറ്റിട്ടുണ്ട് കേട്ടാ. പൊക്കോതി കണ്ട ആ പൊക്കോ.